പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 4 നമ്മളെ ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ 4-ാമത്തെ അധ്യായം, അതിലെ പ്ലാനിങ്, ആസൂത്രണം എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ whom ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഇത് നമ്മളെ അതുപോലെ ഹെൻറി ഫയോളിൻ്റെ ഡെഫിനിഷൻ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ്. ഈ ഡെഫിനിഷനും അതുപോലെ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പ്ലാനിങ് ആസൂത്രണത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് ആസൂത്രണം നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന് ഒരു ദിശ, ഒരു ഡയറക്ഷൻ നൽകുന്നു. അതുപോലെ പ്ലാനിങ് അനിശ്ചിതത്വം ഇല്ലാതാക്കുന്നു. ഇന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചു. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ. പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ആൾ പെർവസീവ്. പ്ലാനിങ് എല്ലായിടത്തും ഉണ്ട്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് ഒരു തുടർ പ്രക്രിയയാണ്. ഇത്തരത്തിലുള്ള പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ, പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം, കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ബിസിനസ് സ്ഥാപനം വിജയപ്രദമായിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും, നമ്മളൊരു വീട് നിർമ്മാണത്തിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി, എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി, അത് അവിടെ പ്ലാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രം ഒരു വീടിൻ്റെ പണി പൂർത്തിയാവില്ല. പ്ലാനിങ്ങിൻ്റെ തുടർന്നുള്ള ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷനുകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പ്ലാൻ അനുസരിച്ച് തന്നെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മൾ വിചാരിച്ച നേട്ടം നേടിക്കൊള്ളണം എന്നില്ല. ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ രീതികളൊക്കെ ഒന്ന് മാറിപ്പോയാൽ തന്നെ പഠിച്ചതൊക്കെ കൃത്യമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുന്ന കാര്യം തന്നെ പൂർത്തിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ പ്ലാനിങ്ങിന് കുറേ പോരായ്മകളുണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത്, പ്ലാനിങ്ങിൻ്റെ പരിമിതി റിജിഡിറ്റി, ഇൻഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. ഇതിന് മലയാളത്തിൽ ആസൂത്രണം കാർക്കശ്യത്തിലേക്ക് നയിക്കുന്നതാണ്. പ്ലാനിങ് കാർക്കശ്യത്തിലേക്ക് നയിക്കുന്നു. Planning restricts the individual skill, initiative and creativity because employees are required to work strictly in accordance with the plans. പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് ജോലി പൂർത്തിയാക്കാൻ തൊഴിലാളികളും മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജർമാരൊക്കെ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഉത്സാഹം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി മാറിയേക്കാം. മാത്രമല്ല, പ്ലാൻ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളത് മാനേജർമാർക്കൊക്കെ, കീഴ്ത്തല മിഡിൽ ലെവൽ മാനേജേഴ്സിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, പ്ലാനിങ്ങിൻ്റെ പരിമിതി എന്ന് പറയുന്നത്, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. പ്ലാനിങ് ഒരു ചലനാത്മകമായ പരിതസ്ഥിതിയിൽ ഫലപ്രദമായി കൊള്ളണം എന്നില്ല.
ചലനാത്മകമായ പരിതസ്ഥിതിയിൽ ആസൂത്രണം ഫലപ്രദമാവില്ല. അതാണ് മലയാളം. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. The scope for planning is limited to a certain extent, especially in the organizations having rapid changing situations. Example, fashionable products. ഉദാഹരണത്തിന് ഫാഷനബിൾ പ്രോഡക്ട്സിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനമാണ്. ഫാഷനബിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കുക. ഈ സ്ഥാപനത്തിൽ പ്ലാൻ അനുസരിച്ച് മാത്രം കൃത്യമായി മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടാകും. കാരണം എന്താ, ഈ ഫാഷനബിൾ പ്രോഡക്ട്സ് പെട്ടെന്ന് എന്ത് ചെയ്തു, അത് മാറ്റങ്ങൾക്ക് വിധേയമാവും. അപ്പോൾ ഫാഷനൊക്കെ നമ്മുടെ ഫാഷനുകളൊക്കെ എന്താണ്, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾക്ക് ഓരോ മാസത്തിലും പുതിയ മോഡലുകൾ ഫാഷനുകൾ വരുന്നു. അപ്പോൾ ഇത് നമുക്കുടെ ബിസിനസ് സ്ഥാപനത്തിനെ പ്ലാൻ അനുസരിച്ച് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാക്കി മാറ്റും. അപ്പോൾ ഈ പ്ലാനിങ് ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും പ്ലാനിങ് കൃത്യമായി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. മൂന്നാമത്തെ പ്ലാനിങ്ങിൻ്റെ പരിമിതി എന്ന് പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സൊക്കെ എന്താണ്, ദേ ആർ ജസ്റ്റ് ഇംപ്ലിമെൻറ്റിങ് ദ പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയ പ്ലാൻ നടപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് മിഡിൽ ലെവൽ ലോവർ ലെവൽ മാനേജേഴ്സിനൊക്കെ ഉള്ളത്. ഇറ്റ് റെഡ്യൂസസ് ദ ക്രിയേറ്റിവിറ്റി എമംഗ് ദം. ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകതയെ കുറക്കും എന്നാണ്. അപ്പോൾ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെയും മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെയും ഒക്കെ സർഗാത്മകതയെ കുറക്കുന്നു. കാരണം അവർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ, അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനും വിധിക്കപ്പെട്ടവരാണ് മിഡിൽ ലെവൽ ലോവർ ലെവൽ മാനേജേഴ്സ്. അവർക്ക് പ്ലാനിങ്ങിൽ മാറ്റം വരുത്താനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ചിന്തകളൊന്നും ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം പുതിയ ചിന്തകൾക്ക് പ്രസക്തിയില്ല. കാരണം പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്. അപ്പോൾ പുതിയ ചിന്താഗതികളൊന്നും കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. ഒരു സർഗാത്മകമായ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു പരിമിതിയാണ്. നാലാമത്തെ പ്ലാനിങ്ങിൻ്റെ പരിമിതിയാണ് ഹ്യൂജ് കോസ്റ്റ്. വലിയ ചെലവ്. ആസൂത്രണം ഒരു ചെലവേറിയ പ്രക്രിയയാണെന്ന് പറയാം. പ്ലാനിങ് ഈസ് എ വെരി എക്സ്പെൻസീവ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ എക്സെട്ര. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആസൂത്രണം ഉണ്ടാക്കുക, ബിസിനസ് സ്ഥാപനത്തിനൊരു പ്ലാനിങ് ഉണ്ടാക്കുക പറഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് കളക്ഷൻ ഓഫ് ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കണം, ആ വിവരങ്ങൾ അനാലിസിസ് വിശകലനം ചെയ്യണം, ഇൻ്റർപ്രിട്ടേഷൻ എന്നിട്ട് വ്യാഖ്യാനിച്ച് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ വിവരങ്ങൾ ശേഖരിക്കുക, അത് വിശകലനം ചെയ്യുക, അതുപോലെ വിലയിരുത്തുക ഇതൊക്കെ നല്ല കഴിവുള്ള ആളുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പേർട്ട് വേണം ഇതിന് പറ്റിയ വിദഗ്ധരായ ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണം. പ്ലാനിങ് ആസൂത്രണം ഉണ്ടാക്കാൻ വിദഗ്ധരായ ആളുകളെ വെക്കേണ്ടി വരും പ്ലാനിങ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ പ്ലാനിങ് ഉണ്ടാക്കാൻ വിദഗ്ധരായ ആളുകൾ വെക്കുമ്പോൾ അത് സ്ഥാപനത്തിന് ഒരു വലിയ ചെലവ് ഉണ്ടാക്കും. മാത്രമല്ല ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്വിക്ക് ഡിസിഷൻസ് ആസ് വെൽ ആസ് ഫോർ സ്മാൾ കൺസേൺസ്. ഇത് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട, അതുപോലെ ചെറുകിട സ്ഥാപനങ്ങളിലൊന്നും ഈ ഇത്രയും വലിയ തുക ചിലവാക്കി വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അഞ്ചാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്. ആസൂത്രണം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. Sometimes plans to be drawn up take so much time, but there is not much time left for their implementation. നമുക്കറിയാം ആസൂത്രണം ഒരു ദൈർഘ്യമേറിയ പ്രക്രിയ ആയതിനാൽ, കുറേ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയ ആയതിനാൽ, കുറേ നീണ്ട ഒരു പ്രക്രിയ ആയതിനാൽ ഇതിനൊരുപാട് സമയമെടുക്കും, ധാരാളം സമയമെടുക്കുന്നു.
ഇങ്ങനെ ഈ പ്ലാനിങ് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുമ്പോൾ എന്താണ് ദർ ഇസ് നോ മച്ച് ടൈം ലെഫ്റ്റ് ഫോർ ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. അത് നടപ്പാക്കാൻ ആവശ്യമായ സമയം കിട്ടൂല. അപ്പോൾ പ്ലാന് ഒരു ദൈർഘ്യമേറിയ പ്രക്രിയ ആയതുകൊണ്ട് അതിനൊരുപാട് സമയമെടുക്കും. അങ്ങനെ ഒരുപാട് സമയം അതിനെടുക്കുമ്പോൾ ആ പ്ലാനിങ് നടപ്പാക്കാനുള്ള സമയം കിട്ടാതെ വരും. ഈ ഒരവസ്ഥ ഉണ്ടാക്കും. അതാണ് ടൈം കൺസ്യൂമിങ്. ആസൂത്രണം ഒരു സമയം എടുക്കുന്ന പ്രക്രിയയാണ്. 6ാമത്തെ പോയിൻ്റ്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ആസൂത്രണം വിജയം ഉറപ്പു തരുന്നില്ല. ചില മാനേജേഴ്സിന്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സിനൊക്കെ ഒരു ധാരണ ഉണ്ടായേക്കാം. പുതിയ മാനേജേഴ്സൊക്കെ ആണെങ്കിൽ നല്ലൊരു വ്യക്തമായ പ്ലാനിങ് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്, ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നൊരു ധാരണ ഉണ്ടായാൽ, നല്ലൊരു പ്ലാൻ പ്ലാൻ അനുസരിച്ചായാൽ കാര്യങ്ങളെല്ലാം ശരിക്കും നടന്നുകൊള്ളുമെന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നുമുള്ള ഒരു വിചാരം. അപ്പോൾ പ്ലാൻ അനുസരിച്ചായാൽ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കും, ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളൊരു വിചാരം ഈ ചില മാനേജേഴ്സിനെങ്കിലും ഉണ്ടായേക്കാം. ഇത് എന്താണ്, ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കും എന്നുള്ളത് എന്താണ്, ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ മിഥ്യയായ ഒരു സുരക്ഷിതത്വ ബോധമാണ്, തെറ്റായ ഒരു സുരക്ഷിതത്വ ബോധമാണ് അവിടെ ഉണ്ടാകുന്നത്. അത് എന്ത് ചെയ്യും, സ്ഥാപനത്തെ ബാധിക്കാം. ഇങ്ങനെ തെറ്റായിട്ട് ഒരു പ്ലാൻ ഉണ്ടോണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നോളും എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ അത് വിജയത്തിന് പകരം പരാജയമായിരിക്കും സമ്മാനിക്കുക. അപ്പോൾ 6 പോയിൻ്റുകളാണ് പ്ലാനിങ്ങിൻ്റെ പരിമിതികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യുക. അതായത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്നുള്ള കാര്യം, പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ ഒരുപാട് പ്രാവശ്യമായിട്ട് തുടർച്ചയായിട്ട് പബ്ലിക് എക്സാമിന് പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 പോയിൻ്റുകളൊന്ന് ശരിക്ക് വായിച്ചു നോക്കി പഠിക്കുക. ഒന്നുകൂടി പറയാം. പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ: 1, റിജിഡിറ്റി അഥവാ ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അയവില്ലാത്തൊരവസ്ഥ, കാർക്കശ്യമുള്ളൊരവസ്ഥ. 2, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ചലനാത്മകമായൊരു പരിതസ്ഥിതിയിൽ ആസൂത്രണം ഫലപ്രദമാവുകയില്ല. 3, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ആസൂത്രണം സർഗാത്മകതയെ കുറക്കുന്നു. 4, ഹ്യൂജ് കോസ്റ്റ്. ആസൂത്രണം ഒരു ചെലവേറിയ പ്രക്രിയയാണ്. 5, ടൈം കൺസ്യൂമിങ്. ആസൂത്രണം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. 6, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ആസൂത്രണം വിജയം ഉറപ്പു തരുന്നില്ല. ഈ 6 പോയിൻ്റുകൾ പഠിക്കാം.